ഹലോ വ്യൂവേഴ്സ്, വെണ്ടർ ടോക്ക് വിത്ത് ശരത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം രാജാ സാബ് നമ്മുടെ പ്രഭാസിന്റെ പുതിയ സിനിമയാണ് കേട്ടോ. വലിയ സിനിമയാണ്, പാൻ ഇന്ത്യൻ സിനിമയാണ് വരാൻ പോകുന്നത്. പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ പാൻ ഇന്ത്യൻ സിനിമ രാജാ സാബ്. അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് റിലീസായിട്ടുണ്ട്. സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന മാരുതിയാണ്. മാരുതി അത്യാവശ്യം വലിയ നല്ല പ്രതീക്ഷയുള്ളൊരു ഡയറക്ടറാണ്. അതുപോലെ അതിന്റെ കഥ എഴുതുന്നത് മാരുതി തന്നെയാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന TG വിശ്വപ്രസാദ്, അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. നമുക്ക് വലിയ പരിചയം ഉള്ള ആൾക്കാരല്ല. ഇതിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന പ്രഭാസ് ഉണ്ട്, സഞ്ജയ് ദത്ത് ഉണ്ട് കേട്ടോ. സഞ്ജയ് ദത്ത്, മാളവിക മോഹൻ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നിധി അഗർവാള്, റിധി കുമാർ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ചെയ്യുന്ന കാർത്തിക് പളനിയാണ്. എഡിറ്റ് കോട്ടഗിരി വെങ്കടേശ്വര റാവു ആണ്. മ്യൂസിക് തമനസ് ആണ്. തമൻ അറിയാലോ, തമന്റെ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ മ്യൂസിക് ആണ്. നമ്മളിപ്പം റീസെന്റ് ആയിട്ട് ഇവിടെ ചൈനത്തിന്റെ പടത്തിലൊക്കെ കണ്ടു കഴിഞ്ഞു. തമന്റെ ആണ് ഈ പറയുന്ന എന്താ പറയണ്ടേ, ഷൈനികത്തിന്റെ പടത്തിലാണോ വിനീത് ശ്രീനിവാസന്റെ പടത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. തമൻ ചെയ്തിരിക്കുന്നത്, സോറി ഓർമ്മയില്ല. അപ്പം തമന് അത്യാവശ്യം മലയാളത്തിലോട്ട് വരുന്നുണ്ട്. തമനാണ് ഈ പടത്തിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന B4U മോഷൻ പിക്ചേഴ്സ് ആണ്. ഇത് റിലീസ് ആവുന്നത് അടുത്ത വർഷമാണ് കേട്ടോ. ജനുവരി 9 റിലീസാകുന്നത്. ജനുവരി 9, 2026 ഈ സിനിമ റിലീസ് ആവുന്നത്. ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഹെവി ബഡ്ജറ്റ് ആട്ടോ. അറിയാലോ, പ്രഭാസിന്റെ എല്ലാ പടങ്ങളും ഹെവി ബഡ്ജറ്റിലാണ് ഇപ്പൊ വരുന്നത്. ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 400 മുതൽ 450 കോടിയോളം രൂപ മുടക്കിയിട്ടാണ് ഈ സിനിമ വരാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. അത്യാവശ്യം ആക്ഷൻ ഫിലിം ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സെറ്റപ്പ് കിട്ടും. നമുക്കറിയാം പ്രഭാസിന്റെ ലാസ്റ്റ് വന്ന നായകനായിട്ട് വന്ന സലാറും അങ്ങനെയുള്ള പടങ്ങളുടെ ഒക്കെ അവസ്ഥ. ഒന്നാമത് പുള്ളിയുടെ പടത്തിന് ഭയങ്കര ഹൈപ്പാണ്. അതുപോലെ തന്നെ ഭയങ്കര ബഡ്ജറ്റ്, ഹെവി ബഡ്ജറ്റിലാണ് പുള്ളിയുടെ സിനിമ വരുന്നത്. പിന്നെ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് കണ്ണപ്പയിലൊക്കെ ഗസ്റ്റ് റോളൊക്കെ ചെയ്തു. പക്ഷെ ഔട്ട് ആൻഡ് ഔട്ട് പുള്ളി ഒരു ഹീറോ ആയിട്ട് വരുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ബഡ്ജറ്റ് സിനിമ. ബാഹുബലിക്ക് ശേഷം, ബാഹുബലിക്ക് മുന്നേ, അങ്ങനെ നമുക്ക് ഇദ്ദേഹത്തിന്റെ പ്രഭാസിന്റെ ഗ്രാഫ് അല്ലെങ്കിൽ പ്രഭാസിന്റെ സ്റ്റാർഡം നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഹുബലിക്ക് മുന്നേ ബഡ്ജറ്റ് പടങ്ങളുണ്ട്, പക്ഷെ അത്ര വലിയ ബഡ്ജറ്റ് പടങ്ങളൊന്നുമില്ല. അതിനുശേഷം പക്ഷെ പ്രഭാസ് ചെയ്യുന്ന സിനിമകളൊക്കെ ഹെവി വമ്പൻ ബഡ്ജറ്റിലാണ് വരുന്നത്. അതിലും മിക്കതും ഫ്ലോപ്പ് ആയിട്ടുണ്ട്, ചിലതൊക്കെ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. സലാർ പോലെ എല്ലാ സിനിമകളൊക്കെ അത്യാവശ്യം അവിടെ വലിയ ഹിറ്റായിരുന്നു. കേരളത്തിൽ അത്യാവശ്യം തരക്കേടില്ലാതെ ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന കാരണം നഷ്ടം വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ബ്രഹ്മാണ്ഡമായ നഷ്ടം പുള്ളിയുടെ സിനിമയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് വളരെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ ഈ രാജാ സാബ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും കൂടുതൽ സംസാരിക്കാതെ ഈ ഒഫീഷ്യൽ ട്രെയിലറിലേക്ക് പോകാം. Now close your eyes. Take a deep. നിന്റെ ബ്രെയിൻ എന്റെ കമാൻഡ്സ് മാത്രമേ ഫോളോ ചെയ്യൂ. മലയാളം ട്രെയിലറാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ബാഹുബലിയുടെ സെറ്റൊക്കെ പോയിട്ടുണ്ടല്ലോ കണ്ടിട്ട്. എന്താ പരിപാടി? ആ ഹൊറർ മൂവിയാണ് കേട്ടോ. പരിചയപ്പെടുത്തുന്നത് എന്തിനാടാ? പിന്നെ എന്ത് നോക്കി നിൽക്കാ? ഓടിക്കാടാ. മലയാളം ഡബ്ബിങ് ശോകമാണ് കേട്ടോ. Suddenly climate change. Why? മുത്തശ്ശൻ അത്ഭുതങ്ങൾ കണ്ട് രസിച്ചാൽ മതി, ക്വസ്റ്റ്യൻ ചെയ്യരുത്. ആദ്യം മറക്കാത്ത രീതിയിൽ ഒരു പണി ചെയ്യണം. ഇറങ്ങിപ്പോണ എല്ലാരും ഇവനാണോ ഇത് ചെയ്തെന്നെല്ലാരും ഷോ. മലയാളം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. തെലുങ്കോ ഹിന്ദിയോ എല്ലാം എടുത്താൽ മതിയായിരുന്നു, പക്ഷെ അറിയില്ലല്ലോ. ഇനിയും എനിക്ക് താങ്ങാനാവില്ല. അമ്മേ മഹാമായെ, എന്റെ പേരക്കുട്ടിയെ കാത്തോളണേ. കേവലം 4 മന്ത്രങ്ങൾ മാത്രം അറിയുന്ന ഒരു തന്ത്രശാലിയല്ല അവൻ. ഹീസ് എൻ എക്സോസിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, ഹിപ്നോട്ടിസ്റ്റ്. ബ്രെയിൻ വെച്ച് കളിക്കാവൻ. സ്റ്റാർ ഫൈറ്റ് സ്റ്റാർട്ട്സ്. ജനുവരി 9
സ്റ്റാർ ടു സ്റ്റാർ, സ്റ്റാർ വാർസ്. എന്തുവാടെ ഇത്? It's impossible to face him. अभी देख लीजिए. ലക്ക 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 ലക്ക. അയ്യോ, എന്താണ് നിന്റെയൊക്കെ പ്രശ്നം? പൊത്തില് കൈയിട്ട വെറുതെ കടിക്കാൻ ഞാൻ എന്താ ഉറുമ്പാണോ? രാക്ഷസനാടാ. അപ്പൊ ഇതാണ് ട്രെയിലറിന്റെ അവസാനം ഉണ്ടല്ലോ, അതിശയം വരുന്നുണ്ട്. നമ്മുടെ വിനയന്റെ അതിശയം ഉണ്ടല്ലോ, മറ്റേ വെള്ളത്തിലോട്ട് ഇറങ്ങിപ്പോയിട്ട് അപ്രത്യക്ഷനായത് വരുന്നുണ്ടോ തോന്നുന്നു. മലയാളത്തിൽ ട്രെയിലർ കണ്ടുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞോട്ടെ, എനിക്ക് ലോക പരാജയമായിട്ട് തോന്നി ഈ സംഭവം. ഒരു ഇംപ്രഷനും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ഹൈപ്പോ ഒരു എക്സ്പെക്ടേഷനോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, സത്യം പറയാലോ. ഇനി ഞാൻ മലയാളത്തിൽ കണ്ടുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മലയാളത്തിൽ അറിയാലോ, ഡബ് ചെയ്ത് വരുമ്പോൾ കോമഡി ആയിരിക്കും. എങ്കിലും നമുക്ക് വിഷ്വലി കണ്ടാലെങ്കിലും നമുക്കൊരു ഇത് വരണമല്ലോ, നമുക്ക് എന്താ ഒരു ഐഡിയ വരണം. എനിക്ക് ചിരിയാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ. വിനയന്റെ സിനിമ കണ്ട പോലെ ഉണ്ട്, ഗ്രാഫിക്സ് വലിയൊരു ക്വാളിറ്റി ഇല്ല. ഹൊറർ സിനിമയാണ് കേട്ടോ, ഹൊറർ ആക്ഷൻ മസാല മൂവിയാണെന്ന് തോന്നുന്നു പുള്ളിയുടെ. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പടത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഉറപ്പിക്കാമെന്ന് തോന്നുന്നു, അറിയാൻ പാടില്ല. പ്രവാസിൽ ലാസ്റ്റ് വന്ന പടങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. എന്തിനാണ് ഇങ്ങനത്തെ മറ്റേ ഒരു പുരാണത്തിലെ ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അതൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. ആദിപുരുഷോ അങ്ങനെ എന്തോ ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലത്തെ ഒരു പടമാണെന്ന് തോന്നുന്നു. പിന്നെ അതിൽ ഇച്ചിരി ഗ്രാഫിക്സ് ഒക്കെ സംഭവം കൊള്ളാന്ന് തോന്നുന്നു, അതിന് മേലെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഭയങ്കര ശോകം പിടിച്ച ഒരു ട്രെയിലറായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം അതിന്റെ ഡബ്ബിങ്ങിന്റെ കുഴപ്പമാണെന്ന് അറിഞ്ഞില്ല. ഇപ്പൊ ഡബ്ബിങ്ങിന്റെ കുഴപ്പം ആണേ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ ട്രെയിലർ ഭയങ്കര പരാജയമാണ്. പിന്നെ ഗ്രാഫിക്സ് ആണെങ്കിലും ഇപ്പം മറ്റേ ഇംഗ്ലീഷ് സിനിമയിലെ പോലെ മറ്റേ കിണറിന്റെ ഉള്ളിൽ നിന്നൊക്കെ പ്രേതം കയറി വരുന്നുണ്ട്. പ്രേതത്തിനെ പിന്നെ ഹണ്ട് ചെയ്യുന്ന ടീമാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിന്, മറ്റേ ഹൊറർ ഹണ്ടറാണെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന പോലെ. പക്ഷെ അതിന്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അറിയാൻ പാടില്ല. പിന്നെ അതിശയന്റെ ഗ്രാഫിക്സ് ആണെന്ന് തോന്നുന്നു ഇതിൽ. അപ്പൊ പുള്ളിയുടെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരിക്കുവാണെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ട്രെയിലർ കണ്ടിട്ട് അത്ര വലിയ സുഖമൊന്നും തോന്നില്ല, അറിയാമല്ലോ. പിന്നെ തമന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയത് കാരണം പുള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അത്യാവശ്യം ചിലപ്പോൾ പിടിച്ചിരുത്തേക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇതിന് 450 കോടി 500 കോടിയൊക്കെ ബഡ്ജറ്റ് ആണെന്നാണ് കാണുന്നത്. എന്ത് കാണിച്ചിട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ഈ പറയുന്ന പ്രേതക്കഥ പറയുന്ന കാരണം ഫുള്ള് ത്രൂ ഔട്ട് ഗ്രാഫിക്സ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ അതിന്റെ കാര്യം പടം കാണാതെ ഡിസംബർ 9 2026 ഡിസംബർ 9 ഒന്നെങ്കിലും ഒരു ബോംബ് പൊട്ടും, അല്ലെങ്കിൽ സംഭവം മിന്നിക്കും. ബോംബ് പൊട്ടാനുള്ള സാധ്യതയാണ് ഈ ട്രെയിലർ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. എനിക്കൊരു കോമഡി ആയിട്ട് ചന്ദ്രമുഖിയൊക്കെ പോലെ അതിനകത്തെ അല്ലേ, അങ്ങനെ എന്തൊക്കെയോ ഒരു മിക്സഡ് സാധനം കണ്ടിട്ട്. ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പടം കാണാൻ തോന്നും, ഒരു ടീസർ കണ്ടാൽ തന്നെ നമുക്ക് ആ പടം കാണാൻ വേണ്ടി തോന്നണം. പക്ഷെ എനിക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കാണാനേ തോന്നില്ല. അതിന്റെ ഫുള്ള് മൂടും പോയി. ഞാൻ വളരെ എക്സ്പെക്ടേഷനോട് വലിയ ഹൈപ്പൊക്കെ വെച്ചിട്ട് ട്രെയിലർ കാണാൻ വന്നു. എന്താ സംഭവം എന്നറിയാം, രാജാ സാബ് വലിയ കിടുക്കാച്ചി സംഭവം എന്ന് വിചാരിച്ചിട്ട് വന്നാണ്. സംഭവം അട്ടർ പരാജയമാണ് കേട്ടോ. ട്രെയിലർ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. നിർവികാരം പിടിച്ച ട്രെയിലർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ അവസ്ഥയാണ്. അറിയില്ല, ചിലപ്പോൾ നല്ല സിനിമയായിരിക്കാം, റിലീസായി കഴിഞ്ഞാൽ അറിയാം. പക്ഷെ നമുക്കൊരു എപ്പോഴും നമ്മൾ ഒരു ട്രെയിലർ വെച്ചാണ് ആൾക്കാരുടെ ഹൈപ്പ്. ഇപ്പം ലാസ്റ്റ് ലോകയുടെ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ചെറിയൊരു വീഡിയോ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് കണ്ടപ്പോൾ എന്താ ഒരു മിനിറ്റോളം വീഡിയോ ഉള്ളൂ. പക്ഷെ നമുക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കത് ആ സിനിമ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി വന്നു. കാരണം അത്ര നന്നായിട്ട് അവരത് മേക്ക് ചെയ്തു. അതുകൊണ്ടാണിത്. ഇപ്പം ഇത് കണ്ടപ്പം എനിക്ക് ആ സിനിമ കാണാനുള്ള ആഗ്രഹവും പോയി. എന്തായാലും നമുക്ക് ഡിസംബർ 9 വരെ വെയിറ്റ് ചെയ്യാം.